ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 41 ഭാഗം. അമ്മേ നാരായണ. 623 നാമം. കേവല. കേവല എന്നാൽ പരിപൂർണയായവൾ, യാതൊരു വിശേഷണങ്ങളും ആവശ്യമില്ലാത്ത ശ്രീലളിതാ ത്രിപുരസുന്ദരി. ദേവിക്ക് പ്രത്യേകിച്ച് ഒരു അഡ്രസ്സിൻ്റെ ആവശ്യമില്ല. ശ്രീ ലളിതാ ത്രിപുരസുന്ദരി അല്ലെങ്കിൽ ആദിപരാശക്തി എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ഒരു വിശേഷണം ദേവിക്ക് ആവശ്യമില്ല. ഇപ്പോൾ മോഹൻലാൽ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഞാനൊരു മലയാള നടനാണ് എന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഞാൻ മോഹൻലാലാണ് എന്ന് പറഞ്ഞാൽ അതാണ് അദ്ദേഹത്തിൻ്റെ വിശേഷണം. അപ്പോൾ സാക്ഷാൽ ആദിപരാശക്തിയുടെ കാര്യം ആലോചിച്ച് നോക്കൂ. ദേവിയെ ഒരു കെയർ ഓഫിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നയാളുടെ പത്നിയാണ്, ഇന്നയാളുടെ മകളാണ് എന്ന രീതിയിൽ ദേവിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം പോലുമില്ല. അതിനെല്ലാം അപ്പുറത്തുള്ള നിർഗുണ പരബ്രഹ്മ രൂപത്തിലിരിക്കുന്ന സന്തോഷ, സന്താപ, വൃദ്ധി, ക്ഷയ ഈ വക കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ശ്രീലളിത ത്രിപുരസുന്ദരിയെ കേവല എന്ന് വിളിക്കുന്നു. 624 നാമം ഗുഹ്യ. സ്വഭാവത്തിലും സ്വരൂപത്തിലും രഹസ്യം സൂക്ഷിക്കുന്നവളായതിനാലാണ് ദേവിയെ ഗുഹ്യ എന്ന് വിളിക്കുന്നത്. ദേവി ഹൃദയാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അനാഹതാ ചക്രത്തിൽ ഹൃദയമാകുന്ന ഗുഹയ്ക്കുള്ളിൽ വസിക്കുന്നവൾ. അപ്രകാരം രഹസ്യം സൂക്ഷിക്കുന്നവളാണ് ദേവി ലളിതാംബിക. ദേവിയെ അറിയാത്തവർക്ക് മുന്നിൽ ദേവി പൂജ പോലും നടത്തരുത് എന്നാണ് പറയുന്നത്. കാരണം ദേവിയെ 100% വിശ്വസിച്ച് പൂജ ചെയ്യുന്ന ഭക്തന് ഏത് നിമിഷമാണ് അമാനുഷിക ശക്തികൾ ദേവി നൽകുന്നതെന്ന് പറയാൻ പറ്റില്ല. അതിനാലാണ് ദേവി പൂജകളെപ്പോഴും രഹസ്യമായി നടത്തണം എന്ന് പറയുന്നത്. അപ്പോൾ അപ്രകാരം ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിനാലാണ് ദേവിയെ ഗുഹ്യ എന്ന് വിളിക്കുന്നത്. 625 നാമം കൈവല്യപദദായിനി. കൈവല്യപദം എന്നാൽ മോക്ഷപദം, പരമപദം എന്ന് പറയാം. ആ പരമപദത്തിലേക്കുള്ള വഴിവെട്ടുന്ന ദേവി ലളിതാംബിക. കർമ്മബന്ധങ്ങളിൽ നിന്നുള്ള മോചനമാണ് ഈ മോക്ഷം. ബ്രഹ്മത്തോട് ചേരുന്ന സമയം, ഇനിയൊരു ജന്മമില്ല എന്ന വിധം മോക്ഷം സിദ്ധിക്കുന്ന സമയമാണ് കൈവല്യം. ആ കൈവല്യപദം നൽകുന്ന ദേവി ലളിതാംബിക. ഇനി കൈവല്യപദം മാത്രമല്ല ഉള്ളത്, സാലോക്യപദം. സാലോക്യപദം എന്നാൽ നമ്മൾ ബിംബാരാധന നടത്തുന്ന സമയം. സാരൂപ്യം, ബിംബാരാധന വിട്ട് ഞാനും ഈശ്വരനും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന തിരിച്ചറിവിൽ ധ്യാനം ആരംഭിക്കുന്ന സമയമാണ്. സാമീപ്യം, നമ്മൾ ഈശ്വരനോട് ഏറ്റവും അടുക്കുന്ന സമയമാണ്. സായുജ്യം, ഈശ്വരനോട് ചേരുന്ന സമയം. കൈവല്യം ഇതിനെല്ലാം അപ്പുറത്താണ്. അപ്പോൾ ആ കൈവല്യ പദത്തിലേക്ക് എത്തിക്കുന്ന ദേവി ലളിതാംബിക. 626 നാമം ത്രിപുര. 3 പുരത്തിനും അധീശ്വരി. ഈ 3 പുരമായിട്ട് നമുക്ക് പലതിനെയും കണക്കാക്കാം. കാരണ, സ്ഥൂല, സൂക്ഷ്മ ശരീരങ്ങളെ 3 പുരങ്ങളായി കണക്കാക്കാം. ഇനി ത്രിമൂർത്തികൾക്കും മുൻപേ ഉള്ളവൾ എന്നർത്ഥത്തിൽ ദേവിയെ ത്രിപുര എന്ന് വിളിക്കാം. ഭുർ ഭുവ സ്വഹ. ഭുർ എന്നാൽ ഭൂമി, ഭുവ അന്തരീക്ഷം, സ്വഹ സ്വർഗം. ഈ 3 ലോകങ്ങൾക്കും അധീശ്വരി എന്നർത്ഥത്തിൽ ദേവിയെ ത്രിപുര എന്ന് വിളിക്കാം. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇവ 3 നടത്തുന്നവൾ എന്നർത്ഥത്തിൽ ത്രിപുര എന്ന് വിളിക്കാം. ചന്ദ്രനും സൂര്യനും അഗ്നിക്കും അധീശ്വരിയായവൾ. സത്വ, രജോ, തമോ ഗുണങ്ങളും ദേവിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിവയുടെ കേന്ദ്രമായ ദേവി ലളിതാംബിക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ദേവിയെ ത്രിപുര എന്ന് വിളിക്കാം. ത്രിപുര രഹസ്യം എന്ന ഗ്രന്ഥം ഭാർഗവമുനിയും ദത്താത്രേയ മുനിയും തമ്മിലുള്ള ഒരു സംഭാഷണ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ഇത് 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ദേവിയുടെ മഹിമ, ദേവിയുടെ പൂജാരീതികൾ, ദേവിയെ പറ്റിയുള്ള ആത്യന്തികമായ ജ്ഞാനം ഇവ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് ത്രിപുര രഹസ്യം. 627 നാമം ത്രിജഗത് വന്ദ്യ. 3 ലോകങ്ങളും ദേവിയെ വന്ദിക്കുന്നു. ഭൂർ ഭുവ സ്വഹ. ഭൂർ എന്നാൽ ഭൂമി, ഇത് ഭൗതിക തലത്തെ സൂചിപ്പിക്കുന്നു. ഭുവ അന്തരീക്ഷം,
ഇത് മാനസിക തലത്തെ സൂചിപ്പിക്കുന്നു. സ്വഹ സ്വർഗം, ഇത് ആത്മീയ തലത്തെ സൂചിപ്പിക്കുന്നു. ഈ 3 തലങ്ങളിലും നാം ദേവിയെ പൂജിക്കുന്നു. ഈ 3 ലോകങ്ങളിലുമുള്ളവർ ദേവിയെ പൂജിക്കുന്നു. ഭൂമിയിലുള്ളവരായാലും സ്വർഗത്തിലുള്ളവരായാലും പാതാളവാസികളായാലും ദേവി പൂജയിൽ വ്യാപൃതരായിട്ടുള്ളവരാണ്. അതിനാൽ ദേവിയെ ത്രിജഗത് എന്ന് വിളിക്കുന്നു. 628 നാമം ത്രിമൂർത്തി. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഒന്നിച്ച് ഒരേ സമയം ഒരു ദിക്കിലേക്ക് നോക്കുകയും ആ നോട്ടത്തിൽ നിന്ന് ഒരു പെൺകൊടി ജനിക്കുകയും ചെയ്തു. അവൾ ശക്തി എന്ന് അറിയപ്പെട്ടു. ഈ 3 ത്രിമൂർത്തികളുടെയും ശക്തി ചേർന്നവളാണ് ശക്തി. ആ പെൺകുട്ടിക്ക്, ശക്തി സ്വരൂപിണിക്ക് 3 നിറങ്ങളുണ്ടായിരുന്നു അവളുടെ ശരീരത്തിൽ. വെളുപ്പ്, കറുപ്പ്, ചുവപ്പ് നിറങ്ങൾ. വെളുപ്പ് ബ്രഹ്മാവിൻ്റെ സത്വഗുണത്തെയും കറുപ്പ് വിഷ്ണുവിൻ്റെ രജോ ഗുണത്തെയും ചുവപ്പ് ശിവൻ്റെ തമോ ഗുണത്തെയും സൂചിപ്പിക്കുന്നു. അതിനാൽ ദേവി ത്രിമൂർത്തി എന്ന് അറിയപ്പെടുന്നു. 629 നാമം ത്രിദശേശ്വരി. 30 മുക്കോടി ദേവന്മാർക്കും ഈശ്വരിയായവൾ, അധീശ്വരിയായവൾ എന്ന അർത്ഥം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു അല്ലേ? ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. എന്നാൽ ദേവന്മാർ നിത്യ യൗവനമുള്ളവരാണ്. അവർ നമ്മളെപ്പോലെ പല്ലുപോയി തല നരച്ചിരിക്കില്ല. അതിനാൽ എല്ലായ്പ്പോഴും ആ 3ാമത്തെ ദശയിൽ യൗവനത്തിലിരിക്കുന്നതിനാൽ അവരെ ത്രിദശർ എന്ന് വിളിക്കുന്നു. ആ ത്രിദശന്മാർക്കും ഈശ്വരിയായവൾ എന്ന അർത്ഥത്തിലാണ് ദേവിയെ ത്രിദശേശ്വരി എന്ന് വിളിക്കുന്നത്. നാമം 630 ത്രക്ഷരി. 3 അക്ഷരങ്ങൾ സ്വരൂപമായിട്ടുള്ളവൾ. ദേവിയുടെ ബലമന്ത്രം ഐം ക്ലീം സൗ. ഇനി ദേവി ഹൃദയത്തിൽ വസിക്കുന്നു. ഹൃ ദ യ 3 ശബ്ദങ്ങൾ. ദേവി സത്യസ്വരൂപിണിയാണ്. സ ത യ വീണ്ടും 3 ശബ്ദങ്ങൾ. ഇനി ദേവി ത്രികൂടകൂടെയാണ്. പഞ്ചദശി മന്ത്രത്തെ 3ആയി തിരിക്കുന്നു. വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം എന്ന് പറയേണ്ട. ഇതും ത്രക്ഷരി എന്ന നാമത്തിന് കാരണമാകുന്നു എന്ന് പറയാം. 631 നാമം ദിവ്യഗന്ധാഢ്യ. ദിവ്യമായ സുഗന്ധത്തോട് കൂടിയവൾ എന്ന അർത്ഥം. ദേവിക്ക് ചുറ്റും സുഗന്ധ തൈലം പുരട്ടിയ ദേവന്മാരും ദേവികളുമാണ്. അവരിൽ നിന്ന് വ്യത്യസ്തമായ, അതിലും വിശേഷപ്പെട്ട സുഗന്ധത്തോടു കൂടിയ ശരീരത്തോടു കൂടിയ ദേവി ലളിതാംബിക. ആ സുഗന്ധം ആരിലേക്കും എത്തുന്നു? ദേവീ ഭജനം കൃത്യമായി നടത്തുന്ന ഭക്തനിലേക്കും എത്തുന്നു. ഇവിടെ സുഗന്ധം കൊണ്ട് ഇപ്പോൾ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറയും. ആ അർത്ഥത്തിൽ ഒരു സ്വഭാവ ഗുണം, സ്വഭാവ സവിശേഷത എന്ന അർത്ഥത്തിലും ഈ സുഗന്ധം എന്ന പദത്തെ കാണാം. ചിലർക്ക് ഇപ്പോൾ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി കാണുന്നത് ഒരു മുഖസൗന്ദര്യമായിരിക്കും. ചിലർക്ക് വേണ്ടത് സ്വഭാവ ഗുണങ്ങളായിരിക്കും. ആ വിധം എന്താണോ ഭക്തൻ ആഗ്രഹിക്കുന്നത് ആ ഗുണം, അതിൻ്റെ ഒരു ഖനി തന്നെയാകുന്നു ദേവി ലളിതാംബിക. ആ ഗുണം, നമ്മൾ ആഗ്രഹിക്കുന്ന ഗുണം എന്തോ ആവട്ടെ, ആ ഗുണം നമ്മളിലേക്ക് കൂടി പകർന്നു നൽകുന്ന ദേവി ലളിതാംബിക. 632 നാമം സിന്ദൂര തിലകാഞ്ചിത. തിലക അഞ്ചിത, സിന്ദൂര തിലകം ചാർത്തി അങ്ങനെ ശോഭിച്ച് നിൽക്കുന്ന ദേവി ലളിതാംബിക എന്ന അർത്ഥം. 633 ഉമ. ഉമ എന്ന പദത്തിനർത്ഥം ശോഭിക്കുന്നവൾ, പ്രകാശിക്കുന്നവൾ എന്നാണ്. ഇത് പാർവതി ദേവിയുടെ ഒരു പര്യായ പദം കൂടിയാണ്. ദേവി പാർവതി തന്നെയാണ് എന്ന അർത്ഥത്തിലാണ് ദേവിയെ ഉമ എന്ന് വിളിക്കുന്നത്. 634 നാമം ശൈലേന്ദ്ര തനയ. വീണ്ടും പാർവതി ദേവിയുടെ ഒരു പര്യായമാണ്. ശൈലേന്ദ്രൻ, പർവ്വത ശ്രേഷ്ഠൻ, പർവ്വത രാജാവായ ഹിമവാന്റെ പുത്രിയായ പാർവതി. ആ പാർവതി തന്നെയായിട്ടുള്ള ശ്രീലളിത ത്രിപുരസുന്ദരി എന്ന അർത്ഥത്തിൽ ദേവിയെ ശൈലേന്ദ്ര തനയ എന്ന് വിളിക്കുന്നു.